ശ്രീ ഏട്ടാ നിങ്ങൾ വന്നോ? എങ്ങനെയുണ്ട് ഏട്ടാ പോയിട്ട്? കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? ആ ശരിയായി ശ്രീ. പിന്നെ പുതിയൊരു ക്ലയന്റിനെ കൂടി കിട്ടി. ഹിസ് ഓൾസോ മലയാളി. ഹിസ് ഫ്രം ആലപ്പി. ആലപ്പുഴയിലോ? അത് കൊള്ളാലോ. ഡാഡ് ഇതെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഹർഷ, ആണോ ഡാഡി? ഞങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും. അതെനിക്കറിയാലോ. അതുകൊണ്ടല്ലേ അവിടുത്തെ എല്ലാ കാര്യവും വേഗം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഓടി വന്നത്. പിന്നെ ശ്രീമോൻ എന്ത് ചെയ്യേ? ഡാഡ് ഞാനിവിടെ ഉണ്ട്. ന്യൂ ക്ലയന്റിനെ കിട്ടിയല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ജോൺ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീലിന്റെ കാര്യം എന്തായി ഡാഡ്? അതൊക്കെ ഓക്കെ ആയി മോനെ. പിന്നെ സെറ ഇൻഡസ്ട്രീസ് കുറെ ട്രൈ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഡീല് തട്ടിയെടുക്കാൻ. ബട്ട് അവർക്ക് അറിയില്ലല്ലോ, അവരല്ല അതിനപ്പുറം വലിയ കമ്പനിയുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് SRS ഇൻഡസ്ട്രീസ് ഇന്ന് കാണുന്ന ഈ നിലയിൽ ഞാൻ എത്തിച്ചതെന്ന്. ആ സെന ഇൻഡസ്ട്രിയിലെ സിഇഒയുടെ മോനുണ്ടല്ലോ. ആര്? ജാക്കിന്റെ കാര്യമാണോ നീ പറയുന്നത്? അതേ ഡാഡ്, അന്ന് അവനുമായിട്ട് ഞാനൊരു ആർഗ്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ എന്നോട് പറഞ്ഞത് നമുക്ക് ഒരിക്കലും ഈ ഡീല് കിട്ടില്ലെന്നാണ്. ബട്ട് ഹി ഈസ് ഓവർ കോൺഫിഡൻറ്റ്. അന്ന് അവൻ എന്നെ വെല്ലുവിളിച്ചതിന് കയ്യും കണക്കുമില്ല. ഇപ്പൊ അവന്റെ മുഖമൊന്നും എനിക്ക് കാണേണ്ടതായിരുന്നു. അതെ, ജോൺസണേക്കാളും ഒരു എല്ല് കൂടുതൽ അവന്റെ മോന്. ഇപ്പൊ എന്തായി? ഡാഡ് എനിക്ക് തോന്നുന്നു അവരുടെ ആളുകൾ തന്നെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയ ഡീലിന്റെ കാര്യം അവരെങ്ങനെ അറിയും? അതേ മോനെ, ഞങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ട് അവന് വേണ്ടി കളിക്കുന്ന ഒരു ഇത്തിൽ കണ്ണി കമ്പനിയിൽ പടർന്നു കയറുന്നുണ്ടെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായത്. മതി ഓഫീസ് കാര്യം പറഞ്ഞത്. ഏട്ടാ പോയി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും കോഫി എടുത്തു വെക്കാം. ആ ശരി. എന്നാലും അതാരായിരിക്കും ഏട്ടാ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്കെതിരെ കളിക്കുന്നത്? ആരായാലും അധികകാലം അവൻ ഞങ്ങൾക്ക് പിറകിലിരുന്ന് കളിക്കില്ല ഹർഷ. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇന്ന് ഹർഷേട്ടൻ്റെ കൂടെ ഞാൻ അമ്പലത്തിൽ പോയി. ഇന്ന് ഞാൻ ഹർഷേട്ടനോട് ഒരുപാട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഹർഷേട്ടനോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നത്? ഒരു പക്ഷേ ഹർഷേട്ടനെ എനിക്ക് ഇഷ്ടമായത് കൊണ്ടാവുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫീൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. വിയർപ്പിക്ക് ശേഷം എൻ്റെ മനസ്സിൽ കയറിയ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഹർഷേട്ടനാവും. എൻ്റെ ലൈഫിൽ ഒരു പുരുഷനോടും പ്രണയം എന്ന വികാരം തോന്നില്ല എന്ന് വിചാരിച്ചതാണ്. ആരെയും കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഹർഷേട്ടാ, നിങ്ങൾ ആ ചിന്തകളെ എല്ലാം മാറ്റി മറിച്ചിരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഇനിയൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് നിങ്ങളാവണം എന്ന് എൻ്റെ മനസ്സ് വല്ലാണ്ട് കൊതിക്കുന്നു. അതെ ഹർഷേട്ടാ, ലവ് വിത്ത് യു. നല്ല സ്ഥലത്തിൻ്റെയോ ഫുഡിൻ്റെയോ വീട്ടുകാരുടെയോ BTSൻ്റെയോ മാത്രം കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഡയറിയിൽ ആദ്യമായിട്ടായിരിക്കും മറ്റൊരു പുരുഷനെ കുറിച്ച് എഴുതുന്നത്. ഈ ഡയറി എന്നും എൻ്റെ മനസ്സാണ്. അതിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നാണ്. ഒരു പക്ഷേ ഹർഷേട്ടാ, നിങ്ങൾ കൊറിയയിൽ നിന്ന് വന്നത് തന്നെ എനിക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പോകുക. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ ഞാൻ വീണ്ടും വീണ് പോകുക ഹർഷേട്ടാ. പക്ഷെ ഒരു പേടിയുണ്ട്. എനിക്കുള്ളതുപോലൊരു ഇഷ്ടം നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവുമോ? ഡു യു ലവ് മീ ആസ് മച്ച് ആസ് ഐ ലവ് യു? രുദ്രേ, ഇന്നല്ലേ നിന്റെ റിസൾട്ട് വരുന്നത്? അതെ അമ്മ. എന്താടി രുദ്രേ, ജയിക്കോ നീ? അറിഞ്ഞോടാന്നോ? പാസ്സാവാതെ എന്റെ പൊന്നുമോൾ ഈ വീട്ടിൽ കയറണ്ട. ആ വഴി എവിടേക്കാന്ന് വെച്ചാ പൊക്കോണം കേട്ടല്ല. ശരി, എന്തിനാ എന്റെ കൊച്ചിനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കുന്നത്? പാവം, അത് ഓൾറെഡി ടെൻഷൻ അടിച്ചൊരു വഴിയായി. ഇനി അവളെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കണോടി? മോളെ, അച്ഛൻ പറയുന്ന കേക്ക്. നീ ജയിക്കോ ജയിക്കാതിരിക്കോ അതൊരു പ്രശ്നമേ അല്ല. എന്റെ മോൾ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ നീ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെയാണ് നീ തോറ്റെങ്കിൽ അച്ഛൻ പറഞ്ഞേനെ നീ പഠിക്കാത്തതുകൊണ്ടാ തോറ്റെന്ന്. ബട്ട് എന്റെ മോൾ അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എക്സാം ടൈമിൽ ഉറക്കവും ഫുഡും ഒക്കെ സ്കിപ്പ് ചെയ്ത് നീ പഠിക്കുന്നത് അച്ഛൻ കണ്ടിട്ടുള്ളതാ. ഇനി എക്സാമിന് തോക്കുവാണെങ്കിലും അതൊരിക്കലും നിന്റെ തോൽവിയല്ല മോളെ. നീ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. നീ വേറെ ഒരാൾ എന്നോട് പറയും, അയ്യോ
ജയന്റെ മോള് തോറ്റുപോയി അങ്ങനൊക്കെ ചോദിച്ചാലും എനിക്ക് പറയാം അവൾ ഒരുപാട് ട്രൈ ചെയ്തു. മേ ബി ഇപ്പൊ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അവൾ നെക്സ്റ്റ് ടൈം അവളത് നേടിയെടുക്കും എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. സോ എന്റെ മോൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. കിട്ടുമോ ഇല്ലയോ, നീ നിനക്ക് കഴിയുന്നതിന്റെ അത്ര നന്നായിട്ട് നീ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ പേടിക്കാതെ പോയിട്ട് വാ. അതെ രുദ്രേ, നീ പേടിക്കണ്ട, ചേച്ചിക്ക് ഉറപ്പുണ്ട് നീ ജയിക്കും. എന്നാ അമ്മേ, അച്ഛാ, ചേച്ചിമാരെ, ഞാൻ പോയിട്ട് വരാട്ടോ. പോയിട്ട് വാ. അമ്മോ, ആ ദേവ, നീയോ? എന്താടി ഒരു ടെൻഷൻ പോലെ? അത് നിനക്കിപ്പോ എവിടാ ക്ലാസ്? 10th സിയില്? 10th സിയിലോ? അതെ, എന്താടി, എന്താ പ്രശ്നം? എടി അത് പിന്നെ എന്നാടി കാര്യം പറയും. അത് നീ കാരണം സസ്പെൻഷനായി പോയി ഒരു ചെറുക്കനുണ്ടല്ലോ. ആര്? കാർത്തിക്കോ? അവൻ തന്നെ. അവന്റെ സസ്പെൻഷൻ കഴിഞ്ഞ് അവനിന്ന് വന്നിട്ടുണ്ട്. നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണെന്ന് നിനക്ക് നല്ലോണം അറിയാലോ. അല്ലേ തന്നെ ചെറുക്കൻ മയക്കുമരുന്നിനും കഞ്ചാവിനും അഡിക്റ്റ് ആണ്. അവന്റെ വീട്ടുകാരുടെ കാര്യവും പറയണ്ട. ആ ചെറുക്കൻ ഇങ്ങനെ ആവാൻ തന്നെ കാരണം അവന്റെ വീട്ടുകാരാ. ഓ, അവന്റെ സസ്പെൻഷൻ കഴിഞ്ഞു. ഞാൻ വെറുതെ അല്ലല്ലോ അവനെ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞത്. അവൾക്കവന് പെമ്പിള്ളേർക്ക് നേരെ നടക്കാൻ പറ്റിയ അവസ്ഥയാ. അറിയോ നിനക്ക്? അവന്റെ ആഭാസവാക്കും അശ്ലീല ചിന്തയുള്ള നോട്ടവും അത് പോട്ടെ, ഒരിക്കലും നേരിട്ട് കേട്ടിട്ടുണ്ട് ഒരു പെൺകൊച്ചിനാണോ പറയുന്നത്. ഓർക്കുമ്പോ തന്നെ എന്റെ തൊലി ഒരിഞ്ഞു പോവുക. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ കൊച്ചിന്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അവന് എന്താ ഡിസ്മിസ് ചെയ്യാത്തയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒക്കെ അവന്റെ വീട്ടുകാരുടെ പിടിപാട്. എന്തായാലും നീ നന്നായിട്ട് സൂക്ഷിക്കും. മറ്റു കുട്ടികളെ പോലെ വെറും 15 വയസ്സല്ല അവനുള്ളത് നിനക്കറിയാലോ. അറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം. നീളൂ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? മിസ്, ഇനി അശ്വമേധ പഠിക്കാനുള്ളത്. ആ, അശ്വമേധ അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിന്റെ എക്സാം എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അത് മറ്റന്നാൾ ഞാൻ എന്തായാലും കഴിഞ്ഞ ചാപ്റ്ററിന്റെ എക്സാം ഇടുന്നതായിരിക്കും. എല്ലാരും പഠിച്ചിട്ട് വേണം എന്റെ ക്ലാസ്സിൽ വന്നിരിക്കാൻ. ആരും പഠിക്കാതെ വരുവാന്ന് ഒട്ടും വിചാരിക്കണ്ട. പഠിച്ചിട്ട് വരണം. പഠിക്കാത്ത വരുന്നതിനെ ഞാൻ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ഇത് എന്നും ഞാൻ പറയുന്ന പോലെ അല്ല, ഇതെന്തായാലും ഞാൻ ചെയ്യാം ഉറപ്പായിട്ട്. പിന്നെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാൻ നിന്ന് നിങ്ങളെ വഷളാക്കുന്ന മറ്റുള്ള ടീച്ചർമാരെ എന്നോട് പറയുന്നത്. അപ്പൊ ഇനി എനിക്ക് വയ്യാതെ പിന്നെ അവരെ കൊണ്ട് പറയിക്കാം. അതുകൊണ്ട് ഞാൻ എക്സാം ഇടുന്നതായിരിക്കും. എല്ലാരും പഠിച്ചിട്ട് വരണം വരെ. പിന്നെ ഇതിപ്പോ ആരാ വായിക്കാ? മൈഥിലി താനല്ലേ കവിതയ്ക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച ആള്. അപ്പം താൻ തന്നെ വാങ്ങിച്ചു. അശ്വമേധം എല്ലാരും കേക്കട്ടെ. ഓക്കെ മിസ്. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. കാർത്തിക്, നീ ക്ലാസ്സിലാണോ ശ്രദ്ധിക്കുന്നോ അതോ ബാക്കി പറ ടീച്ചറെ. എന്തേ? ഞാനില്ലേ ആ പൂ പോലുള്ള വയറ് നോക്കുമായിരുന്നു. ആ സാരി ഇങ്ങനെ മാറുമ്പോ ഉണ്ടല്ലോ ടീച്ചറെ, അറിയാണ്ടങ്ങ് കണ്ണങ്ങ് അതിലേക്കായി പോവാ. എന്റെ കണ്ണിനെ തെറ്റ് പറയാനാവില്ലല്ലോ ടീച്ചറെ. പോടാ.
ഛെ, എന്താ ടീച്ചറേ, ഞാനൊരു കോംപ്ലിമെന്റ് അല്ലേ തന്നത്, അത് പിന്നെ ഇങ്ങനെ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി വിടണോ? നെക്സ്റ്റ് ടൈമില്ലേ കുറച്ച് ഇറങ്ങിയ ബ്ലൗസും കൂടി ഇട്ടിട്ട് വാ, നീ ഒന്ന് ശരിക്കും ആസ്വദിക്കട്ടെ. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോ എനിക്കും വേണ്ട എന്തേലും എന്റർടൈൻമെന്റ് ഒക്കെ. ആ എങ്ങനെ തോന്നുന്നു ഇവനക്ക് ഇങ്ങനെ പറയാൻ? ശ്ശെ, ഞാൻ ടീച്ചറല്ലേ? രഘു, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. അമ്മു നിക്ക്, ഞാനും വരുന്നു. എന്താ അമ്മു പ്രശ്നം? എന്തിനാ കരയുന്നേ? കാര്യം പറ. എന്താ മിസ്സേ, എന്താ പ്രശ്നം? എന്തിനാ കരയുന്നേ? അമ്മ നീ എഴുന്നേറ്റേ, ഇത് നമുക്ക് കംപ്ലൈന്റ് ചെയ്തേ പറ്റൂ. ഇതിനൊന്നും വെറുതെ വിടാൻ പാടില്ല. എന്നിട്ട് എന്തിനാ? ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. എന്നിട്ട് അവൻ ഒരുപാട് പിടിപാടുള്ളത് എന്റെ ടീച്ചറെ. അവിടെ കംപ്ലൈന്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഏട്ടാ, കോഫി വേണോ? വേണ്ട ശ്രീ. ഏട്ടാ, തല മസാജ് ചെയ്ത് തരണോ? വേണ്ട. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഏട്ടാ? എന്താ ശ്രീ നിനക്ക് പറ്റിയേ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ ഏട്ടാ, നീ പറയ് ശ്രീ, എന്താ? ഏട്ടാ അത് വേറൊന്നുമില്ല, നമ്മുടെ ശ്രീമോന്റെ കല്യാണക്കാരിയാ. അവന്റെയോ? അത് നമ്മൾ ചിന്തിക്കാനിട്ടല്ലോ, അവൻ സമ്മതിക്കാനിട്ടല്ലേ. പക്ഷേ ഏട്ടാ, ഇനി നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ഒരു പ്രായം 30 കഴിഞ്ഞ് ഇനിയും താമസിച്ചാൽ ശരിയാവില്ല ഏട്ടാ. എന്തായാലും നമ്മൾ പറഞ്ഞ അവൻ സമ്മതിക്കാതിരിക്കില്ല. പക്ഷെ ശ്രീ, എനിക്ക് തോന്നുന്നില്ല അവൻ സമ്മതിക്കുന്നു. അതല്ല, നമ്മളെ മോന് പറ്റിയ ഒരു പാർട്ട്ണറിനെ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ഏട്ടാ, എന്റെ മരുമോളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാ എന്റെ ശ്രീമോൻ അവളെ ചേരും. അതാരാ? അനു, എന്റെ ലക്ഷ്യന്റെ ജേട്ടന്റെ മോള്. അവളെ മതി എന്റെ മരുമോളായിട്ട്. ബട്ട് ശ്രീ, നീ ഇങ്ങനെ വാശി പിടിച്ച എങ്ങനെയാ? അവരെ അതിനെ സമ്മതിക്കണ്ടേ? അതിനൊക്കെ അപ്പുറം അനു നോക്കിയാണോ എന്നറിയണ്ടേ? പിന്നെ നമ്മുടെ മോൻ, അവന്റെ ലൈഫായിട്ട് അവനല്ലേ ചൂസ് ചെയ്യേണ്ടത് അവന്റെ പാർട്ട്ണറിനെ. ഏട്ടാ, നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. അവർക്ക് ഓക്കെ ആണെങ്കിൽ ശ്രീമോനോട് കൂടെ ചോദിക്കാം. ഇനി അവന് സമ്മതം അല്ലെങ്കിൽ വേണ്ട. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. ശരി, നിന്റെ ഇഷ്ടം പോലെ. വൈകിട്ടാവട്ടെ, അപ്പൊ ജയനും ഉണ്ടാവുമല്ലോ, നമുക്കപ്പൊ ചോദിക്കാം. അമ്മേ, എന്നതാടി പെണ്ണെ കിടന്ന് അമറുന്നേ? റിസൾട്ട് കിട്ടിയോ? കിട്ടിയമ്മ, കിട്ടി. ഞാൻ പാസ്സായി അമ്മ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് പാസ്സാവുമെന്ന്. ചെലവുണ്ട് കേട്ടോ. ചേച്ചി വന്നോ? ചേച്ചി, ഞാൻ പാസ്സായി. ആ ആണോ? മോളെ, നീ കരഞ്ഞോ? കരയാനോ? ശരിയാ, എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കണേ? എന്ത് പറ്റിയമ്മോ? എനിക്ക് കുഴപ്പമില്ല സാർ, അത് നല്ല തലവേദനയുണ്ട്, അതാ. അയ്യോ ആണോ? എന്നാ നീ പോയി കിടക്കും മോളെ, ഞാൻ അപ്പത്തേക്കും ചായ എടുത്തോണ്ട് വരാം. അത് കുടിച്ചിട്ട് നീ ഉറങ്ങിക്കോ കേട്ടോ. ശരി അമ്മ.
മോളെ ഫ്രിഡ്ജിൽ മിഠായി വാങ്ങി വെച്ചിട്ടുണ്ട്, അതെടുത്ത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും. പിന്നെ ശ്രീനുവിനൊക്കെ കൊണ്ട് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾ എപ്പോ പോയി വാങ്ങി? ഞാനത് വാങ്ങിക്കൊണ്ടാടി വന്നേ. റിസൾട്ട് അറിയുന്നതിന് മുമ്പേ വാങ്ങി വെച്ചാ? എനിക്കറിയാലോ എന്റെ മോള് ജയിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. വേഗം പോയി കൊടുത്തിട്ട് വാ. ശ്രീനുമ്മേ, എന്താണ് എന്റെ ദുദ്ധമോളെ? ഇതാ അമ്മേ. ഇതെന്താ ചോക്ലേറ്റ് ഒക്കെ? അത് ശ്രീനുമ്മേ, എന്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ആണോ? പക്ഷെ നീ ഫൈനൽ ഇയർ പഠിച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അത് ശ്രീനുമ്മേ, സെക്കൻഡ് ഇയറിന്റെ റിസൾട്ടാ വന്നേ, തേർഡ് ഇയറിന്റെ എക്സാം ആയിട്ടില്ല. അങ്ങനെ പറ, ഞാനും അതാ ഓർത്തെ. ഇതാ അമ്മ, പിടിക്ക്, അവർക്കൂടെ കൊടുത്തേക്ക്. മോളെ നീ തന്നെ പോയി കൊടുക്ക്, നീ അല്ലേ ജയിച്ചേ, അപ്പൊ ജയിച്ച ആള് തന്നെ ചോക്ലേറ്റ്സ് കൊടുക്ക. എന്ന് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. ശരി, അവരെല്ലാം മേലുന്നുണ്ട്. പിന്നെ ഈ ബുക്കും കൂടെ ശ്രീമോൻ ഒന്ന് കൊടുത്തേക്ക്, അവന് കിച്ചണിൽ മറന്നു വെച്ചിട്ട് പോയി, ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. അമ്മേ, ഞാൻ കൊടുത്തേക്കാം. മോനെ ഹർഷ, ഓഫീസ് ഫയലിൽ വെച്ചിരിക്കുന്ന ബാഗ് എടുത്തിട്ട് വരുമോ? ശ്രീമോന്റെ റൂമിലുണ്ട്. ആ ഡാഡ്, ഇപ്പൊ കൊണ്ടുവരാം. Urgent stop. അയ്യോ, അങ്ങനെ വഴിക്കുവാ. നീ പോടാ. നീ ആയിരുന്നോ? സമയം ഉണ്ടായിരുന്നോ? അവര് മാത്രമല്ല, ഞങ്ങളും ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ. വാടി ശ്രീ, എല്ലാരും വാ. ജയൻ എന്ത് ചെയ്തേ? ജേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ജേട്ടാ, വരുന്നു സീതേ. നിങ്ങളായിരുന്നോ? എല്ലാരും ഇരിക്ക്, ഞാൻ ചായ എടുത്തിട്ട് വരാം. ലച്ചു, ചായ എടുക്കണ്ട, ഞങ്ങള് ചായ കുടിച്ചിട്ടാ വന്നേ. ശ്രീ, ജയ, ഞങ്ങളൊരു കാര്യം പറയാനാ വന്നേ, കുറച്ച് സീരിയസാ. സീരിയസോ? എന്താ സാം, എന്താ കാര്യം? ശ്രീയേട്ടാ, എന്താ കാര്യം? എല്ലാരും കൂടെ എന്തിനാ വന്നേ? എനിക്കറിയില്ല. ഞങ്ങളോടെല്ലാവരോടും ശ്രീരാന്റിയുടെ വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. പേടിക്കാനൊന്നുമില്ല ജയ, അത് വേറൊന്നുമല്ല, അനുമോളെ ഞങ്ങൾക്ക് തരുമോന്ന് ചോദിക്കാൻ വന്നതാ. അനുമോളെ തരുമോ? എന്താട്ടാ, മനസ്സിലായില്ല. അത് ലച്ചു, അനുമോളെ ഞങ്ങളുടെ ശ്രീമോന്റെ പെണ്ണായിട്ട് തരുമോന്ന്. ഇനിയും ക്ലിയർ ആയിട്ട് പറഞ്ഞ, ഞങ്ങൾ ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് വന്നതാണ് ഞങ്ങളുടെ ശ്രീമോന് വേണ്ടി. അതെ, എന്റെ അനുമോളായിട്ട്, എന്റെ ശ്രീമോന്റെ പെണ്ണായിട്ട് ഞങ്ങൾക്ക് അനുമോളെ തരുമോന്നാ ഞാൻ ചോദിച്ചത്. എന്താ ലച്ചു, തരില്ലേ നീ എനിക്ക്? ജയേട്ടാ, അനുമോളെ എനിക്ക് തരില്ലേ? അത് പിന്നെ ഇതിപ്പോ പെട്ടെന്ന് ചോദിച്ചാ എങ്ങനെ? എന്റെ മോളോടും കൂടെ ചോദിച്ചിട്ട് അവക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാ. എന്റെ ശ്രീ, ഇതിനാണോ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിച്ചത്? ഡയറക്റ്റായിട്ട് കാര്യം വന്നാ പോരെ. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഞാൻ വേറെന്തോ കാര്യമെന്ന് വിചാരിച്ച് അങ്ങ് പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ കാര്യത്തിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ അനുവിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അവക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് 100 വട്ടം സമ്മതം. പിന്നെ നിന്റെ അടുത്തേക്കല്ലേ എന്റെ മോളെ ഞാൻ പറഞ്ഞു വിടുന്നത്. എനിക്കറിയാം എന്നെക്കാൾ നന്നായിട്ട് നീ എന്റെ മോളെ നോക്കുമെന്ന്. അതെ. പിന്നെ മോളെ അനു, അച്ഛൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നിന്റെ അഭിപ്രായം എന്താ? നീ പറ. അതേ ഇവിടെ എല്ലാരും കേൾക്കും. അത് പിന്നെ അച്ഛാ, പെട്ടെന്നിങ്ങനെ
ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി മോളെ, നീ എത്ര വേണേലും ആലോചിച്ചു. അതിന് ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും തരാം. അതെ മോളെ, ആരും നിന്നെ ഈ മാരേജിനെ കൊണ്ട് നിർബന്ധിക്കില്ല. നിന്റെ ലൈഫാണ്, നീയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം, അത് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. ഇതിപ്പോ ഒരു പെണ്ണ് കാണൽ തന്നെ ആയില്ലേ? ആ സ്ഥിതിക്ക് പെണ്ണ് കാണൽ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ, അല്ല ശ്രീ? എന്നാ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും. മോളെ അനു, ശ്രീമോനെ വിളിച്ചോണ്ട് പോ. ശ്രീയേട്ടാ വാ. അനു, അനു, നിനക്ക് ഈ മാരേജ് പ്രപ്പോസലിനോട് ശരിക്കും താല്പര്യമുണ്ടോ? അത് ശ്രീയേട്ടാ, എനിക്ക് ആലോചിച്ചിട്ട് മാത്രമേ ഒരു ആൻസർ പറയാൻ പറ്റൂ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അതെന്താ അനു, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അങ്ങനൊന്നും ഇല്ല ശ്രീയേട്ടാ. എന്നാലും പെട്ടെന്ന് എന്തിപ്പോ എന്ത് പറയണമെന്നറിയില്ല. ഈ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല ശ്രീയേട്ടാ. എന്തിന് അമ്മയും അച്ഛനെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ പോലും ഇതിന് ഞാനൊരു വില കൊടുത്തിരുന്നില്ല. ഒരു പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടാവും അവർ പിന്നെ എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസം ഒരാലോചനയായിട്ട്, അതും ശ്രീയേട്ടനുമായിട്ട്, അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്തിന് അവരുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുമല്ല ശ്രീയേട്ടാ, ശ്രീയേട്ടനെ പോലെയുള്ള ഒരാൾക്ക് ചോദിച്ച പെണ്ണാണോ ഞാനെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ 1000 വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ശ്രീയേട്ടാ എനിക്ക് പെട്ടെന്നൊരു ആൻസർ പറയാൻ കഴിയുക? എനിക്ക് മനസ്സിലാവാനും ഇപ്പൊ തന്റെ മനസ്സിൽ എന്താണെന്ന്. പിന്നെ താൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുള്ള കാര്യം ഞാനും ഇപ്പോഴും അറിയുന്നു. ഐ വാസ് ഓൾസോ സർപ്രൈസ്ഡ്. പിന്നെ അനു, താൻ എൻ്റെ ഭാര്യയെ യോജിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ ഉറപ്പായും ഒരു പക്ഷേ എൻ്റെ ഭാര്യയാവാൻ തന്നെക്കാളും മികച്ച മറ്റൊരാളും ഉണ്ടാവില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ അനു, എനിക്ക് തന്നെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ വിവാഹത്തിന് എനിക്ക് സമ്മതവുമാണ്. പക്ഷെ ഒരിക്കലും ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യില്ല. തന്നെ എത്ര വേണേലും സമയമെടുക്കാം. പിന്നെ അതൊരു പോസിറ്റീവ് മറുപടി ആവാമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. തൻ്റെ മറുപടിക്കായിട്ട് എൻ്റെ വീട്ടുകാർ കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കും. അമ്മേ, ഞാനിപ്പോൾ വരാം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാവേ. ആ മോളെ, നീ പോയി കുടിച്ചിട്ട് വാ. മമ്മി, ഞാനും കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാവേ. ചെല്ലേ. അമ്മേ, ഓ എന്താ അവസ്ഥ, ഞാൻ പേടിച്ചു പോയല്ലോ. ഓ, നീ പേടിച്ചു പോയോ? അതെന്തേ? നിനക്ക് എന്നെ പേടിയാണോ? ആർക്ക്? എനിക്കോ? അത് നിങ്ങളെ ഒന്ന് പോയ ഹർഷേട്ടാ. നിനക്കപ്പോ എന്നെ പേടിയില്ലേ? ഒരിക്കലും ഇല്ല. ഇപ്പോഴോ? ഇപ്പോഴും നിനക്ക് എന്നെ പേടിയില്ലേ ചന്ദ്രേ? അത് ഹർഷേട്ടാ, പോയാ എന്താ നെഞ്ചിപ്പോ പൊട്ടിപ്പോയേ.
ഫോൺ എടുക്ക്. എത്ര വട്ടം ആ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത്? അതേ മോനെ, ചിലപ്പോൾ വല്ല ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. മോൻ ഫോൺ എടുക്കുക. ഹലോ. ഹലോ സിദ്ധു. മാമി. സിദ്ധു ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എന്തിനാണ് ഈ വിളിക്കുന്നത്? ചത്തോന്ന് അറിയാനാണോ? എന്താ നീ കേട്ടോ, ചത്തിട്ടില്ല. നിന്നെ പോലെ എത്തി ചതിച്ചെന്ന് വിചാരിച്ച് ചാവാനേ സിദ്ധുവിന് മനസ്സില്ലടി. അത് മോഹിച്ച് നീ ഇരിക്കുകയും വേണ്ട. നീ മേലെ എന്റെ ഫോണിൽ വിളിച്ചേക്കരുത്. ഒരുപക്ഷെ ഞാൻ ഇപ്പൊ ചത്തിട്ടില്ലായിരിക്കും, പക്ഷെ നിന്റെ ശല്യം കാണാൻ ഞാൻ എന്റെ ജീവൻ ഒടുക്കിയെന്ന് വരും. സോ പ്ലീസ് ഡോണ്ട് കോൾ മീ അഗെയിൻ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. സിദ്ധു സിദ്ധു ഞാൻ പറയുന്നത് കേക്ക് സിദ്ധു. സിദ്ധു സിദ്ധു വെക്കരുത് സിദ്ധു. സിദ്ധു സിദ്ധു, പുതിയൊരു ജോലി വന്നിട്ടുണ്ട്. ഒരു ഗേളാണ്. ആഹാ, ആണോ? എന്നിട്ട് ആളെവിടെ? ആള് മാസ്റ്ററിന്റെ അടുത്താടാ. എന്തോ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. എന്തായാലും സിദ്ധു, നിന്റെ നല്ല കാലം എന്ന് പറയാം. നീ ഒരു പേരിനെ അന്വേഷിച്ച് നടക്കൂല്ലേ? ഇപ്പൊ ദൈവമായിട്ടാ നിന്റെ മുമ്പിൽ അവളെ കൊണ്ടുവന്നത്. അങ്ങനൊന്നും ഇല്ലടാ. എനിക്ക് കോമ്പറ്റീഷനിലേക്ക് വേണ്ടിയല്ലേ പേരിന് ആവശ്യം. അവള് ന്യൂ ജോലിയല്ലേടാ, ഇന്ന് വന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവളെ കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ചെയ്യുവോ? അത് പറയാൻ പറ്റില്ല സിദ്ധു. നീ ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ടൈം നിന്നെ കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ചെയ്തത്? അന്ന് നിന്റെ സീനിയോറിറ്റി കണ്ടിട്ടായിരുന്നില്ല മാസ്റ്റർ നിന്നെ സെലക്ട് ചെയ്തത്. നീ വന്നിട്ട് ഏകദേശം 2 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് മാസ്റ്റർ നിന്നെ സെലക്ട് ചെയ്തത് നിന്റെ കഴിവും അതുപോലെ തന്നെ ഡാൻസിനോടുള്ള നിന്റെ പാഷനും കണ്ടിട്ടാണ്. ഇവളെയും അതുപോലെ സെലക്ട് ചെയ്താലോ? എനിക്കറിയില്ലടാ മാസ്റ്ററിന്റെ പ്ലാൻ എന്താന്ന്. മാസ്റ്റർ എന്താ ചിന്തിക്കുന്നതെന്ന് മാസ്റ്ററിന് മാത്രമേ അറിയൂ. സിദ്ധു, കോമ്പറ്റീഷനിലേക്ക് വേണ്ടി നിന്റെ പാർട്ട്ണറിനെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. അബ്രാമി. പല ഉലകൾ അഴകികൾ കൂടി പാദം കഴുവലാം പാടി എൻ തളിർ മലരേ എന്നും തയക്കം என்னை புரியாதாயது സിദ്ധു, ഇത് അഭിരാമി. ഇവളാണ് ഇനി മുതൽ നിന്റെ ഡാൻസ് പാർട്ട്ണർ. അഭിരാമി, ഇതാണ് സിദ്ധാർത്ഥ്. എന്റെ സ്റ്റുഡൻസിൽ ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കി കാണുന്നവരിൽ ഒരാൾ. ഹായ് സിദ്ധാർത്ഥ്. ഹലോ അഭിരാമി. സിദ്ധു, നീ എന്തോ നടേ കിടന്നുറങ്ങുവാണോ? എത്ര നേരം ഞാൻ വിളിച്ചു. നീ എണ്ണീറ്റാ, നമുക്ക് വീട്ടിൽ പോകണ്ടേ? പോവാം. സിദ്ധു 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 എന്താ പറ്റി? എന്നെ വിടണോ? എന്നെ തൊട്ടു പോകരുത്. സിദ്ധു
ചെയ്യും.